ADM നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച കേസിൽ കുറ്റപത്രം ഉടൻ. കേസിൽ PP ദിവ്യയാണ് ഏക പ്രതി. നവീൻ ബാബുവിനെ അപമാനിക്കാൻ ആസൂത്രണം നടത്തിയെന്നും ദിവ്യയുടെ പ്രസംഗം ADMനെ ജീവനൊടുക്കാൻ കാരണമായി എന്നുമാണ് കുറ്റപത്രത്തിലെ പ്രധാന കണ്ടെത്തൽ. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, ADM നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച കേസിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കാനിരിക്കെ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? രോഹിണി, ഏതാണ്ട് 3 മണിയോടുകൂടി കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. കേസിൽ PP ദിവ്യ ഏക പ്രതിയായി ആയിക്കൊണ്ടാണ് ഈ കുറ്റപത്രം സമർപ്പിക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് PP ദിവ്യക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മാത്രമല്ല, നവീൻ ബാബുവിനെ അപമാനിക്കാൻ PP ദിവ്യ ആസൂത്രണം നടത്തി. ദിവ്യയുടെ പ്രസംഗം തന്നെയാണ് ADM ജീവനെടുക്കാൻ പ്രേരണയായതെന്നും കുറ്റപത്രത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. യാത്രയപ്പ് യോഗത്തിലേക്ക് ക്ഷണമില്ലാതെയാണ് PP ദിവ്യ പോയത്. ഇത് ADMനെ അപമാനിക്കാൻ ലക്ഷ്യമിട്ട് തന്നെയാണ്. വീഡിയോ ചിത്രീകരിക്കാൻ പ്രാദേശിക ചാനലിനെ ഏർപ്പാടാക്കിയതും ദിവ്യ തന്നെയാണ്. അതിനുശേഷം ഈ ദൃശ്യങ്ങൾ സ്വന്തം ഫോണിൽ നിന്ന് ദിവ്യ പ്രചരിപ്പിച്ചെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ആത്മഹത്യാക്കുറിപ്പോ മറ്റു കാരണങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ആത്മഹത്യ തന്നെയാണെന്ന വിധത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത്. കുറ്റപത്രം നൽകുന്നത് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ്. 82 സാക്ഷികളുള്ള കേസിൽ ഏതാണ്ട് 3 വാദങ്ങളിലായി 486 പേജുള്ള കുറ്റപത്രമാണ് അന്വേഷണ സംഘം സമർപ്പിക്കുന്നത്. രോഹിണി, ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.